ഇവിടെ ഈ സഹകരണ മേഖലയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന ഒരുപാട് കൊള്ളർ നിയമമുണ്ട്. ആ കൊള്ളർ നിയമങ്ങൾ വളരെ ഗൗരവമായ ഒരു വിഷയമാണ്, സീരിയസ് ആയൊരു വിഷയമാണ്. ആ പ്രശ്നങ്ങൾ ടേക്കപ്പ് ചെയ്യും. ഞങ്ങൾ ടീം UDF ആണ്. ടീം UDF. അർബൻ ബാങ്ക് വിഷയമാണ് ഉദ്ദേശിക്കുന്നത്. അർബൻ ബാങ്ക് ഒന്നല്ല, കൊള്ളർ നിയമം നടക്കാത്ത ഒരു സ്ഥാപനത്തിൻ്റെ പേര് നിങ്ങൾ പറ. എന്താ സഹകരണ ആശുപത്രി? നിങ്ങൾ അന്വേഷിക്ക്. സഹകരണ ആശുപത്രിയിൽ നിന്ന് ഒരു അവിടെ ജോലി ചെയ്തിരുന്ന ഒരാൾ അവിടുന്ന് ഞാൻ സ്വയം രാജിവെക്കണമെന്ന് പറഞ്ഞ് എഴുതി അവന് പോയി. എന്താ കാരണം എന്ന് അന്വേഷിക്ക്. ഒറ്റപ്പാലം കോപ്പറേറ്റീവ് അർബൻ ബാങ്കിൽ നിന്ന് ഒരാൾ പിന്നെ ജോലി വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പോയി. എന്താ കാരണം നിങ്ങൾ അന്വേഷിക്കും. പോലീസ് കേസിൽ പ്രതിയാകാൻ വയ്യ. കൊള്ളർ നിയമം നടക്കുകയാണ്. ആരൊക്കെയാണ് പ്രതിയാകുക എന്നുള്ളത് പടച്ചവന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ സർക്കാർ തലത്തിൽ ഇടപെട്ടുകൊണ്ട് ഒരു അന്വേഷണത്തിന് ഇടപെടലുണ്ടാവുമെന്നാണ് പറയുന്നത്. പിന്നെ സംശയം എന്താ? സർക്കാർ ഇക്കാര്യങ്ങൾ ഗൗരവമായിട്ട് പരിശോധിക്കണം. ചെറുപ്പം ഇതൊക്കെ പറയാൻ നിൽക്കുകയാണെങ്കിൽ സമയം കുറവ് വേണ്ടിയാണ്. ഇപ്പം ഇവിടുത്തെ വലിയ നേതാവായിട്ട് നിൽക്കുന്ന വിദ്വാൻ ഉണ്ടല്ലോ, ആ വിദ്വാൻ എൻ്റെ വീട്ടിൽ വന്ന് കരഞ്ഞ് കാല് പിടിച്ചിട്ട് എനിക്ക് സെക്രട്ടറി ആവണം, ഒരു ടേം സെക്രട്ടറി ആയിട്ട് പിന്നെ ഞാൻ നാടിന്ന് വിട്ടാലും വേണ്ടില്ല, അല്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ ഞാൻ ആത്മഹത്യയെന്ന് പറഞ്ഞ വിദ്വാൻ. നിങ്ങൾക്കറിയോ അത്? ഇയാൾ ഉമ്മർഖാനെ കൂട്ടിയിട്ട് എൻ്റെ വീട്ടിൽ വന്നു. ഉമ്മർഖാനെ കൂട്ടിയിട്ടാണ് വന്നത്. ഉമ്മർഖാനോടുള്ള ബഹുമാനം വെച്ചിട്ട് അന്ന് ഞാൻ പറഞ്ഞു ശരി അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇയാൾ സെക്രട്ടറി ആയത്. നിങ്ങൾക്കറിയോ അത്? അല്ലെങ്കിൽ വേറെ ഒരാളാണ് ആവേണ്ടിയിരുന്നത്. ആളുടെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം അയാളിപ്പോൾ ഇതിനകത്ത് നിന്ന് പഠിച്ചു പോട്ടെ. ഒപ്പം നിന്നവരെന്നെ ഇപ്പോൾ ഒരുപാട് ആളുകൾ താങ്കളെ എതിർത്ത് പറയുകയും പാരവയ്ക്കുകയൊക്കെ ചെയ്തുകൊണ്ട് തോന്നുന്നുണ്ടായില്ല. അല്ല, ഒരു വിഷമമില്ലല്ലോ. അവരുടെ ധർമ്മം നിർവഹിക്കണം, ഞാൻ എൻ്റെ ധർമ്മം നിർവഹിക്കണം. പിന്നെന്താ വിഷയമുള്ളത്? ഒരു കുഴപ്പമില്ല. അയ്യേ, അതിലൊന്നും ഒരു പ്രയാസം എനിക്ക് തോന്നിയിട്ടില്ല. അതൊന്നും അവരവരുടെ സ്വഭാവം വെച്ചിട്ടുള്ള നിലപാടുകളായിട്ട് അവർ മുമ്പോട്ട് പോട്ടെ. ഞാൻ എൻ്റെ നിലപാട് വെച്ചിട്ടല്ലേ ഞാൻ മുമ്പോട്ട് പോകുന്നു. അവരവരുടെ കർമ്മം ചെയ്യുന്നു, ഞാൻ എൻ്റെ കർമ്മം ചെയ്യുന്നു. ഓക്കെ. Sky Gold, elegance of beauty.